ഇന്നേ ദിവസം എല്ലാ അസ്വസ്ഥതകളെയും, ഇന്നേ ദിവസം നിങ്ങൾ നമ്മൾ ഫേസ് ചെയ്യുന്ന എല്ലാ അസ്വസ്ഥതകളെയും യേശുവിന്റെ കുരിശുബലിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നിന്നെ അസ്വസ്ഥപ്പെടുത്തുന്ന എന്തുമാകട്ടെ, ഒരു ദുഷ്ടാരൂപിയാകട്ടെ, ചില ചിന്തകളാകട്ടെ, ചില വ്യക്തികളാകട്ടെ, എന്തുമായിക്കോട്ടെ, ഏത് നെഗറ്റീവായിട്ടുള്ള സാന്നിധ്യങ്ങളും, ആത്മാക്കളുടെ സാന്നിധ്യവും എന്തുമാകട്ടെ, അതെല്ലാം നമുക്ക് യേശുവിന്റെ കുരിശിലെ പരിഹാര ബലിയിലേക്ക്, യേശുവിലേക്ക് നമ്മൾ സമർപ്പിക്കുമ്പോൾ കർത്താവ് അത് ഏറ്റെടുത്ത് നമുക്ക് വിടുതൽ നൽകുന്നു. കൊളോസസ് 1:20 നമ്മൾ കാണുന്നുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. നമ്മളിത് യേശുവിന്റെ കരങ്ങളിലേക്ക് ഇന്ന് അസ്വസ്ഥപ്പെടുത്തുന്ന ആ അസ്വസ്ഥതയെ, ചിലപ്പോൾ വ്യക്തികളാകാം, ദുഷ്ടാരൂപികളാകാം, ആത്മാക്കൾ എന്തുവായിക്കോട്ടെ, അതിനെല്ലാം യേശുവിന്റെ കുരിശിലെ പരിഹാര ബലിയിലോട്ട് ഇപ്പോൾ ഒന്ന് സമർപ്പിച്ചു. ഈ വചനത്തിന്റെ ശക്തിയിലൂടെ യേശു അത് ഏറ്റെടുക്കുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് നിന്നെ അസ്വസ്ഥപ്പെടുന്നത് ഇതാണ്, യേശുവേ ഇതാന്ന് പറഞ്ഞ് നീ അങ്ങ് സമർപ്പിക്കുന്ന സമയത്ത് യേശുവിന്റെ പരിഹാര ബലി എന്നുള്ളത് അത് കാലത്തിനും സമയത്തിനുമൊക്കെ അപ്പുറമായിട്ട്, നമ്മളൊക്കെ ആയിരിക്കുന്ന ഈ ഒരു ടൈമിന് ലിമിറ്റേഷൻ അകത്താണ് അല്ലെ സമയം. ദൈവത്തിന്റെ ലോകം എന്നുള്ളത്, ദൈവരാജ്യം എന്നുള്ളത് സമയത്തിനപ്പുറമായിട്ടുള്ള ലോകമാണ്. ഹല്ലേലൂയ. അപ്പൊ യേശു ക്രൂശിൽ ഇതാ ഞാൻ സകലതും പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് കർത്താവ് ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തി എന്നുള്ളത് ഏത് കാലഘട്ടത്തിൽ, ഏത് ടൈം സോണിൽ, ഏത് സമയത്തിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും യേശുവിന്റെ കുരിശിലെ ആ പരിഹാര ബലിയുടെ കൃപയെ ആ സമയത്ത്, അതായത് യേശു ക്രൂശിൽ പൂർത്തീകരിച്ച പ്രവൃത്തിയുടെ ആ സമയത്ത് നടന്ന വിടുതൽ നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിക്കുവാനും അത് ആസ്വദിക്കുവാനും നമുക്ക് സാധിക്കും. അതാണ് നമ്മൾ കർത്താവിന്റെ കുരിശിലെ പരിഹാര ബലിയെ ധ്യാനിക്കുമ്പോൾ ആ ക്രൂശിലെ പരിഹാര ബലിയിൽ അധിഷ്ഠിതമായി നമ്മൾ ജീവിതം നയിക്കുമ്പോൾ ഓരോ ദിവസവും ദൈവത്തിന്റെ കൃപയും വരപ്രസാദവും നമ്മളെ പൊതിഞ്ഞു പിടിക്കുകയാണ്. പിതാവെ പ്രാർത്ഥിക്കുന്നു, ഇന്നേ ദിവസം ഈ സന്ദേശം കേൾക്കുവാൻ നിയോഗിക്കപ്പെട്ട ഓരോ മക്കളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്നേ ദിവസം ഞങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ അസ്വസ്ഥതകളെയും, നെഗറ്റീവുകളെയും എല്ലാം യേശുവിന്റെ കുരിശിലെ പരിഹാര ബലിയിലേക്ക്, ആ തിരുശരീരത്തിലേക്ക്, യേശുവിന്റെ ക്രൂശിലെ ആ പരിഹാര ബലിയായി തീർന്ന യേശുവിന്റെ ശരീരത്തിലേക്ക് ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നീ അത് ഏറ്റെടുത്ത് ഞങ്ങളെ വിടുതലിലേക്ക് നയിക്കുന്നതിനെ നന്ദി പറയുന്നു. യേശുവിന്റെ ആത്മാവിന്റെ ശരീരത്തിൽ ഞങ്ങളെ വിളക്കിച്ചേർത്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. തന്റെ സഭയാകുന്ന ശരീരത്തിൽ ഞങ്ങളെ കൂട്ടിച്ചേർത്തതിനായി ഞങ്ങൾ നന്ദി പറയുന്നു. കൊളോസസ് 1:22 നമ്മൾ ഇപ്രകാരം കാണുന്നു, യേശു തന്റെ പരിഹാര ബലിയിലൂടെ തന്റെ ശരീരത്തിൽ, തന്റെ ഭൗതിക ശരീരത്തിൽ, തന്റെ ആത്മാവാകുന്ന സഭ, അതായത് യേശുവിന്റെ ശരീരമാ സഭ അല്ലെ, ആത്മാവിന്റെ ലോകത്തിൽ കർത്താവിന്റെ ശരീരമാകുന്ന ആ സഭയ്ക്കകത്തേക്ക് ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളും ഞാനുമെല്ലാം യേശുക്രിസ്തു എന്ന ഒരു വ്യക്തിയിലൂടെ കണക്റ്റഡാണ്, കർത്താവിന്റെ ശരീരവുമായിട്ട് കണക്റ്റഡാണ്. സ്പിരിറ്റ് ബോഡിയിൽ നമ്മൾ യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. ഇന്ന് ആ തിരിച്ചറിവിൽ പ്രാർത്ഥിക്കുന്ന നിമിഷം വിടുതലുകൾ സംഭവിക്കട്ടെ, യേശുവിന്റെ ക്ഷതങ്ങളിലൂടെയുള്ള സൗഖ്യങ്ങൾ വെളിപ്പെടട്ടെ, അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അസ്വസ്ഥപ്പെടുന്ന എല്ലാ ദുഷ്ടാരൂപികളും ക്രിസ്തുവിന്റെ യോഗ്യതയാൽ, യേശുനാമത്തിന്റെ ശക്തിയാൽ ഇപ്പോൾ വിട്ടുപോകുന്നതിനായി ഞങ്ങൾ നന്ദി പറയുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കീപ് us ഓൾസോ ഇൻ പ്രയേഴ്സ്. നമ്മൾ യേശുവിന്റെ ശരീരത്തിന്റെ ഭാഗമാണ്. പരസ്പരം പ്രാർത്ഥിക്കാം, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടാം. ഗോഡ് ബ്ലെസ് യു.